ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ശ്രീലകത്തിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓവനൊന്നുമില്ലാതെ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് മിക്സിയുടെ ജാറിലൊന്നിട്ട് അടിച്ചെടുത്താലും മതിയാകും. മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാരയാണ് ആവശ്യം. ഞാൻ ഈ ഗ്ലാസ്സിന് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലൊന്നിട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചെടുത്ത പഞ്ചസാര നമുക്ക് നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഒന്ന് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് 1 സ്പൂൺ വാനില എസൻസ് കൂടി ഒന്ന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് മൈദമാവാണ്. അത് ഒരു അരിപ്പയിലൂടെ ഇട്ട് നമുക്ക് അരിച്ചെടുക്കാം. അതിനോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഒരു കുക്കറാണ്. കുക്കറിൽ ഞാൻ ബട്ടർ പേപ്പർ ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിനെ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ദോശക്കല്ല് പ്രീ ഹീറ്റ് ചെയ്യാനായി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ കുക്കറിനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വിസിൽ ഊരി മാറ്റിയതിന് ശേഷം നമുക്കത് അടച്ചു വയ്ക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇത് അടുപ്പിൽ വെച്ചിട്ട് ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമുക്കിത് തണുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ഇത് തയ്യാറാക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാകും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും.